ദൈവത്തിൻ്റെ പൊന്നുനാമം മുഹത്വപ്പെടുമാറാകട്ടെ. ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ പല ദൈവദാസന്മാരെ ദൈവമക്കളും ഇസ്രായേലിനെ അനുകൂലിച്ചുകൊണ്ട് പോസ്റ്റുകളും പല വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്യുന്ന കാണുവാനിടയായി. അപ്രകാരം വീഡിയോ ഷെയർ ചെയ്യേണ്ടത് ഒരു പുതിയ നിയമ വിശ്വാസിയുടെ കർത്തവ്യവും കടമയുമാണോ എന്നൊരു സംശയം ഉണ്ടാകുവാനിടയായി. അപ്രകാരമുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ പക്ഷത്ത് നിൽക്കുവാൻ പുതിയ നിയമ വിശ്വാസികൾക്ക് ഉത്തരവാദിത്വവും കടമയുമുണ്ടോ അതോ ഇല്ലയോ എന്നുള്ളതാണ് ഇന്നൊരു ചോദ്യമായി നമ്മുടെ മുൻപിൽ നിൽക്കുന്നത്. നിർബന്ധമായിട്ടും ഇസ്രായേൽ പക്ഷത്ത് നിന്ന് ഇസ്രായേൽ അനുകൂലമായിട്ട് സംസാരിക്കണമോ അതോ രക്ഷിക്കപ്പെട്ട ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു ദൈവ പൈതലിന് ഇതുമായി യുദ്ധവുമായിട്ട് അല്ലെങ്കിൽ അക്ഷരീയ ഇസ്രായേലുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുണ്ടോ എന്നൊരു ചോദ്യം. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നുമില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമ്മൾ യഹൂദന് അല്ലെങ്കിൽ ഇസ്രായേലിന് എന്തെങ്കിലും പ്രത്യേകത പുതിയ നിയമവിശ്വാസിയായി നാം കൊടുക്കേണ്ടതുണ്ടോ? നമ്മുടെ രക്ഷയുമായി ഒരു പുതിയ നിയമവിശ്വാസിക്ക് ഇസ്രായേലിനെ ബന്ധപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? ഇസ്രായേൽ രാജ്യവുമായി അല്ലെങ്കിൽ യഹൂദനുമായി രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതലിന് ബന്ധം പുലർത്തേണ്ട ആവശ്യകതയുണ്ടോ? യഹൂദനെ അല്ലെങ്കിൽ ഇസ്രായേലിനെ അംഗീകരിച്ചെങ്കിൽ മാത്രമേ ഒരു പുതിയ നിയമവിശ്വാസിക്ക് തൻ്റെ രക്ഷ പൂർത്തീകരിക്കാൻ സാധിക്കത്തുള്ളൂ. ഇസ്രായേലിന് വേണ്ടി നാം പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടവരാണോ? അതിൻ്റെ ആവശ്യമുണ്ടോ? കണ്ണുമടച്ച് ഇസ്രായേലിനെ അനുകൂലിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരോടൊപ്പം നിൽക്കണമെന്ന് പറയുന്നവരോട് ലളിതമായ ഒരു ചോദ്യം ചോദിച്ചു കൊള്ളട്ടെ. ഒരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ല എങ്കിലും ഇസ്രായേലും ഇന്ത്യയും തമ്മിൽ ഒരു യുദ്ധമുണ്ടായാൽ ഞാൻ ഇന്ത്യയുടെ പക്ഷത്തല്ലേ നിൽക്കത്തുള്ളൂ? ഇന്ത്യക്കാരെല്ലാവരും ഇന്ത്യയുടെ പക്ഷത്തല്ലേ നിൽക്കത്തുള്ളൂ? നമ്മുടെ കേരളത്തിൻ്റെ നേരെ വന്നാൽ ആരുടെ സൈഡിൽ നിൽക്കും? കേരളത്തിൻ്റെ സൈഡിൽ നിന്നല്ലേ പറ്റുള്ളൂ, ഇന്ത്യയുടെ സൈഡിൽ നിന്നല്ലേ പറ്റുള്ളൂ. റോമർ 2:28 ഇപ്രകാരം പറയുന്നു: പുറമെ യഹൂദനായവൻ യഹൂദനല്ല, പുറമെ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല, അകമേ യഹൂദനായവനത്രേ യഹൂദൻ. അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ പുറമെ യഹൂദനായ യഹൂദനെയും ഇസ്രായേൽ രാജ്യത്തെയും നമ്മൾ അനുകൂലിക്കുകയും അവർക്ക് വേണ്ടി ഒരു യുദ്ധമുഖത്തിൽ അവർക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുകയും ഇസ്രായേലിന് അനുകൂലമായ നിലപാടെടുക്കുകയും ചെയ്യേണ്ട കാര്യമുണ്ടോ? ദയവായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.